ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 134/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ. നാലാമത്തെ പ്രസ്താവന പറയുന്നു വേദാധികാര നിരൂപണം, അരുൾനൂൽ. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ് കേട്ടോ. 2ഉം 4ഉം. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, നളാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ. ഇതൊക്കെ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇനി അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം ഇവയൊക്കെ ആരുടെ പ്രസിദ്ധീകരണങ്ങളാണെന്ന് ചോദിച്ചാല് വാഗ്ഭടാനന്ദന്റെയാണ്. അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം ഇവയൊക്കെ വാഗ്ഭടാനന്ദന്റെയാണ് കേട്ടോ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെയും അരുൾനൂൽ, അഖില തിരുട്ട് ഇവയൊക്കെ എന്താണ് വൈകുണ്ഠസ്വാമികളുടെയാണ് കേട്ടോ. അരുൾനൂൽ, അഖില തിരുട്ട് എന്നീ കൃതികള് വൈകുണ്ഠസ്വാമികളുടെയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപ്റ്റൻ ഡിലനോയി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി ചാന്നാർ കലാപം, ഓപ്ഷൻ സി ഒന്നാം പഴശ്ശി കലാപം, ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. അത് ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധമാണ്. ഇനി തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരാണ്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരാണ്? അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ് കേട്ടോ. ഇനി കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണെന്ന് വെച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാല് അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ്. ഇനി ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കോട്ട എവിടെയാണെന്ന് ചോദിച്ചാല് അത് ഉദയഗിരി കോട്ടയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇനി കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ജോസഫ് നോയൽ പാറ്റൺ, ഓപ്ഷൻ ബി തോമസ് ജോൺസ് ബാർക്കർ, ഓപ്ഷൻ സി അമൃത ഷേർഗിൽ, ഓപ്ഷൻ ഡി നന്ദലാൽ ബോസ്. അത് ഓപ്ഷൻ എ ജോസഫ് നോയൽ പാറ്റൺ ആണ് കേട്ടോ. ഇൻ മെമ്മോറിയം എന്ന പ്രശസ്തമായിട്ടുള്ള ചിത്രം വരച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജോസഫ് നോയൽ പാറ്റൺ ആണ്. ഇനി ചോദിക്കാം, 1857-ലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണ്? 1857-ലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് ജോൺസ് ബാർക്കർ ആണ്. ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ. ഇനി 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രം ഏതാണ്? അത് ഗ്രാമീണ ചെണ്ടക്കാരനാണ് കേട്ടോ. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണെന്ന് വെച്ചാൽ അത് നന്ദലാൽ ബോസിന്റെയാണ്. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാല് അത് ഗ്രാമീണ ചെണ്ടക്കാരനാണ്. ഇനി ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അത് അമൃത ഷേർഗിൽ ആണ് കേട്ടോ. അമൃത ഷേർഗിൽ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആനി ബസന്റ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡേവിഡ് ഹാരെ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എസ് സുബ്രഹ്മണ്യ അയ്യർ, നാലാമത് പറഞ്ഞിരിക്കുന്നത് ലോകമാന്യ തിലക്. ആരാ? അത് ഓപ്ഷൻ ബി 1ഉം 3ഉം 4ഉം ആണ് കേട്ടോ. ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ഇനി പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണ്? പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 1916 ഏപ്രിലിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണ്? അത് ബാലഗംഗാധര തിലകാണ് കേട്ടോ. ഇനി 1916 സെപ്റ്റംബറിൽ മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണ്? അത് ആനി ബസന്റ് ആണ് കേട്ടോ. ഇനി ആനി ബസന്റ് സ്ഥാപിച്ച ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഓണററി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതാണ് എസ് സുബ്രഹ്മണ്യ അയ്യർ കേട്ടോ. ആനി ബസന്റ് സ്ഥാപിച്ച
ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഓണററി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാല് അത് എസ് സുബ്രഹ്മണ്യ അയ്യരാണ് കേട്ടോ. ഹോം റൂൾ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഹോം റൂൾ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അത് സ്വയം ഭരണം നടത്തുക എന്നാണ് കേട്ടോ. ഹോം റൂൾ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വയം ഭരണം നടത്തുക. അടയാറില് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആനി ബസന്റ്. പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് ബാലഗംഗാധര തിലകമാണ് കേട്ടോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസിലെ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി ഹൈദരാലി, ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ, ഓപ്ഷൻ ഡി പഴശ്ശിരാജ. അത് ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ ആണ് കേട്ടോ. ഫ്രാൻസിലെ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താൻ ആണ്. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ മൈസൂർ ഭരണാധികാരി ആരാണെന്ന് വെച്ചാല് അത് ടിപ്പു സുൽത്താൻ ആണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച് തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട മൈസൂർ ഭരണാധികാരി ആരാണെന്ന് വെച്ചാൽ അത് ടിപ്പു സുൽത്താൻ ആണ്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച് തന്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട മൈസൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാല് അത് ടിപ്പു സുൽത്താൻ ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരാണ്? അത് ടിപ്പു സുൽത്താൻ ആണ്. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് പൗരനായ ടിപ്പു. എന്താണ്? ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് പൗരനായ ടിപ്പു. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അന്താരാഷ്ട്ര ധാന്യ വർഷം, ഓപ്ഷൻ ബി അന്താരാഷ്ട്ര കർഷക വർഷം, ഓപ്ഷൻ സി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം, ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ഒട്ടക വർഷം. അത് ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിച്ചത്. ഇനി 2025 ഐക്യരാഷ്ട്രസഭ ഏതൊക്കെ വർഷാചരണമാണെന്ന് ചോദിച്ചാല് ഹിമാനികളുടെ സംരക്ഷണം, അന്താരാഷ്ട്ര സഹകരണ വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം, ക്വാണ്ടം സയൻസ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം. ഇതൊക്കെയാണ് 2025. ഏതൊക്കെയാണ്? ഹിമാനികളുടെ സംരക്ഷണം, അന്താരാഷ്ട്ര സഹകരണ വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം, ക്വാണ്ടം സയൻസ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം. ഇതൊക്കെ എന്താണ്? 2025 ഐക്യരാഷ്ട്രസഭ വർഷാചരണമാണ് കേട്ടോ. ഇനി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇനി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കാൻ പോകുന്നത് ഏത് വർഷമാണ്? അത് 2026 ആണ് കേട്ടോ. 2026 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ആചരിക്കാൻ പോകുന്നത് 2026 ഇനി സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് 2026 ആചരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും 2026 ആചരിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചു തുടങ്ങിയത്? എന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 2023 ആണ് കേട്ടോ. 2023. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപക ദിനം അഥവാ പെരിഹീലിയൻ എന്നാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ജനുവരി 3, ഓപ്ഷൻ ബി മാർച്ച് 21, ഓപ്ഷൻ സി ജൂലൈ 4, ഓപ്ഷൻ ഡി ഡിസംബർ 22. അത് ഓപ്ഷൻ എ ജനുവരി 3 ആണ് കേട്ടോ. ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപക ദിനം അഥവാ പെരിഹീലിയൻ ജനുവരി 3. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ദിനം എന്നാണ്? അത് ജൂലൈ 4 ആണ് കേട്ടോ. ജൂലൈ 4 അപ്ഹീലിയൻ അഥവാ സൂര്യോച്ചം എന്നറിയപ്പെടുന്നു. ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ജൂലൈ 4 കേട്ടോ. സൂര്യോച്ചം അഥവാ അപ്ഹീലിയൻ എന്നറിയപ്പെടുന്നു. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ കൽക്കട്ട, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. അത് ഓപ്ഷൻ സി ഡെറാഡൂൺ ആണ് കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാല് അത് ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. ഇനി 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഷീറ്റുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഷീറ്റുകൾ അറിയപ്പെടുന്ന പേരുകൾ ഏതാണെന്ന് വെച്ചാൽ അത് ഡിഗ്രി ഷീറ്റുകളാണ് കേട്ടോ. ഡിഗ്രി ഷീറ്റുകൾ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്?
ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കാവേരി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ മഹാനദി. അത് ഓപ്ഷൻ ബി കൃഷ്ണയാണ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണയാണ്. ഇനി കാവേരി നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്? അത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് കേട്ടോ. കാവേരി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് കേട്ടോ. ഇനി ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് കേട്ടോ. ഇനി മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് മൈക്കല മലനിരകളാണ് കേട്ടോ. മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കല മലനിര മധ്യപ്രദേശ് ആണ് കേട്ടോ. മൈക്കല മലനിര മധ്യപ്രദേശ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ കൽക്കരി, ഓപ്ഷൻ ബി ആണവോർജം, ഓപ്ഷൻ സി പ്രകൃതി വാതകങ്ങൾ, ഓപ്ഷൻ ഡി ഭൗമ താപോർജം. ഇപ്പൊ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. എന്താണ്? കൽക്കരി, പ്രകൃതിവാതകം, ആണവോർജം ഇവയൊക്കെ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. കൽക്കരിയും പ്രകൃതിവാതകങ്ങളും ആണവോർജവും ഒക്കെ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാല് അത് ഹരിതോർജ്ജമുണ്ട്, സൗരോർജ്ജമുണ്ട്, കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നുമുള്ള ഊർജ്ജം, ഭൗമ താപോർജ്ജം. ഏതൊക്കെയാണ്? ഹരിതോർജ്ജം, സൗരോർജ്ജം, കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ഭൗമ താപോർജ്ജം. ഇവയൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇനി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അതാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജ്ജ ധാതുക്കള്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജ്ജ ധാതുക്കള്. ഇവയെല്ലാം എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ NW1, ഓപ്ഷൻ ബി NW2, ഓപ്ഷൻ സി NW3, ഓപ്ഷൻ ഡി NW4. അത് ഓപ്ഷൻ സി NW3 ആണ് കേട്ടോ. ഇപ്പൊ എന്താണ്? കൊല്ലം കോഴിക്കോടാണ് കേട്ടോ. NW3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോഴിക്കോട്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ലിയനാർഡോ, ഓപ്ഷൻ ബി അനുവാദിനി, ഓപ്ഷൻ സി ചാറ്റ് GPT, ഓപ്ഷൻ ഡി ജെമിനി. അത് ഓപ്ഷൻ ബി അനുവാദിനിയാണ് കേട്ടോ. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാല് ഓപ്ഷൻ ബി അനുവാദിനിയാണ് കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. 2ാമത്തെ പ്രസ്താവന മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. 3ാമത്തെ പ്രസ്താവന വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4ാമത്തെ പ്രസ്താവന വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഇപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 2 മാത്രമാണ് കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാല് മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. അത് 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തതാണ്. ഇനി മനുഷ്യ വിഭവശേഷി വികസനം ലക്ഷ്യമാക്കിയുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്? മനുഷ്യ വിഭവശേഷി വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. 3ാം പഞ്ചവത്സര പദ്ധതി. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏതിന്റെ ലക്ഷ്യമാണ്? അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇനി 6ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്ന എന്താണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ കേട്ടോ. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ
മെച്ചപ്പെടുത്തലാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി എന്താണ്? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇതാണ് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, 7ാം പഞ്ചവത്സര പദ്ധതി. ഇനി മാനവശേഷി വികസനം, അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ്? മാനവശേഷി വികസനം 8ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇനി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, അത് 9ാം പഞ്ചവത്സര പദ്ധതി. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, അത് 9ാം പഞ്ചവത്സര പദ്ധതി. ഇനി എന്താണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, അത് എന്തിന്റെ ലക്ഷ്യമാണ്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, അത് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം അഥവാ ഇൻക്ലൂസീവ് ഗ്രോത്ത്, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, അതെന്താണ്? 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് കേട്ടോ. ഇനി സുസ്ഥിര വികസനം ഇതിന്റെ ലക്ഷ്യമാണ്. സുസ്ഥിര വികസനം, അത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പം മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയതും വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പിന്നെന്താണ്? വ്യവസായ വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഇതൊക്കെ എന്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്തെയാണ് കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്, ഒന്ന് വായിക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനം ആണിത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധ ഉപദേശ സമിതിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്നു ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീതി ആയോഗിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള കാരണം എന്താണ്? നീതി ആയോഗിന്റെ ചെയർമാനാണ് പ്രധാനമന്ത്രി. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? വൈസ് ചെയർമാൻ എന്നാണ് കേട്ടോ. അപ്പൊ 2015 ജനുവരി 1 നിലവിൽ വന്നത് ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധ ഉപദേശ സമിതിയാണ്. ഇനി പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് നീതി ആയോഗിന്റെ ചുമതല. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വ്യാപാര രംഗത്തുള്ള ചൈനയുടെ മുന്നേറ്റം. ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഓപ്ഷൻ സി ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം. ഓപ്ഷൻ ഡി കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അതൃപ്തി. അത് ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് കേട്ടോ. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഉദാരവൽക്കരണം എന്നാണ് കേട്ടോ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ. ഓപ്ഷൻ ബി ഇൻഷുറൻസ് ബാങ്കുകൾ. ഓപ്ഷൻ സി മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ. ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. അത് ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകളാണ് കേട്ടോ. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് വാണിജ്യ ബാങ്കുകളാണ് കേട്ടോ. ഇനി ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിംഗ് ബാങ്കുകൾ ഇതൊക്കെ എന്താണ്? ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. രണ്ടാമത്തെ പ്രസ്താവന ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. അത് ഓപ്ഷൻ സി 1, 2, 3 ആണ് കേട്ടോ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചാല് MS സ്വാമിനാഥനാണ്. ആദ്യകാലങ്ങളിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ആദ്യകാലങ്ങളില് അത് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഇനി രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 1ാം സ്ഥാനം. ഓപ്ഷൻ ബി 2ാം സ്ഥാനം. ഓപ്ഷൻ സി 3ാം സ്ഥാനം. ഓപ്ഷൻ ഡി 4ാം സ്ഥാനം. അത് ഓപ്ഷൻ എ
ഒന്നാം സ്ഥാനമാണ്. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിരാൾ ആചാര്യ, ഓപ്ഷൻ ബി ജഗദീഷ് ഭഗവതി, ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ, ഓപ്ഷൻ ഡി അമിത് മിത്ര. അത് ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയാണ് കേട്ടോ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാല് അത് അരവിന്ദ് പനഗരിയാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത്, സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നാലാമത്തെ പ്രസ്താവന പറയുന്നു, ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 മാത്രം കേട്ടോ. എന്താണ്? ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഇനി എന്താണ് പറയുന്നത്? ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയില് സീറ്റുകൾ നിശ്ചയിച്ച ജനസംഖ്യ അനുപാതം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയില് സീറ്റുകൾ നിശ്ചയിച്ച ജനസംഖ്യ അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10 ലക്ഷം പേർക്ക് ഒരാളെന്ന തോതിലാണ് കേട്ടോ. 1:1 lakh. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമസഭകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും ജനസംഖ്യ ആനുപാതികമായാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും ജനസംഖ്യ ആനുപാതികമായാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ കോളം എ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അഥവാ അവശിഷ്ട അധികാരങ്ങൾ കോളം ബി എന്നിവയുമായി യോജിപ്പിച്ചതില് ശരിയായവ കണ്ടെത്തുക. ഇനി എയിലെ വിഷയങ്ങൾ തന്നിരിക്കുന്നത് തുറമുഖങ്ങളുണ്ട്, ഭൂമി, സൈബർ നിയമങ്ങൾ, പിന്തുടർച്ച അവകാശം. അപ്പം തുറമുഖങ്ങൾ ഏത് ലിസ്റ്റിൽ പെടുന്നതാണ്? അത് കേന്ദ്ര ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. കേന്ദ്ര ലിസ്റ്റ്. ഭൂമി ഏത് ലിസ്റ്റിൽ പെടുന്നതാണ്? ഭൂമി അത് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. സംസ്ഥാന ലിസ്റ്റ്. ഇനി സൈബർ നിയമങ്ങൾ ഏതിനകത്താണ് വരുന്നത്? സൈബർ നിയമങ്ങള് അത് അവശിഷ്ട അധികാരങ്ങളാണ് കേട്ടോ. പിന്തുടർച്ച അവകാശം ഏത് ലിസ്റ്റിൽ പെടുന്നതാണ്? അത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. ദത്തെടുക്കലും പിന്തുടർച്ചയും ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. ദത്തെടുക്കലും പിന്തുടർച്ചയും ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിലും ഭൂമി സംസ്ഥാന ലിസ്റ്റിലുമാണ് കേട്ടോ. ഇനി സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിലും പിന്തുടർച്ച അവകാശമൊക്കെ ഏതിനകത്താണ് വരുന്നത്? പിന്തുടർച്ച അവകാശവും ദത്തെടുക്കലും ഒക്കെ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു, അനുച്ഛേദം 75 ക്ലോസ് 3 പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗങ്ങളുടെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തു. നാലാമത്തെ പ്രസ്താവന പറയുന്നത് മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1ഉം 4 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരവും ആയിരിക്കും കേട്ടോ. ഇനി 91ാം ഭരണഘടനാ ഭേദഗതി 2003 പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിസഭയുടെ വലിപ്പം അധോസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ
എത്ര ശതമാനത്തിലാണ്? 15% കവിയാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് കേട്ടോ. 91 ഭരണഘടനാ ഭേദഗതി 2003 പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിസഭകളുടെ വലിപ്പം അധോസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് കേട്ടോ. ഇനി കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം ലോക്സഭയോടായിരിക്കും. എന്താണ്? കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം ലോക്സഭയോടായിരിക്കും കേട്ടോ. ഇനി കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാല് അത് അനുച്ഛേദം 75 ക്ലോസ് 3 ആണ്. എന്താണ്? കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാല് അനുച്ഛേദം 75 ക്ലോസ് 3 ആണ് കേട്ടോ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75-ൽ നിന്നും 80 വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത്, ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്, KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഇനി നാലാമത്തെ പ്രസ്താവന പറയുന്നത്, സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കാം. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. എന്താണ്? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. ഇനി സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ് കേട്ടോ. ഇനി ലോക്സഭ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പ് ഏതാണ്? ലോക്സഭ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് സി വിജിൽ ആണ് കേട്ടോ. സി വിജിൽ. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 85 വയസ്സായിട്ടാണ് വർദ്ധിപ്പിച്ചത്. എന്താണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എത്രയായിട്ടാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാല് അത് 85 വയസ്സായിട്ടാണ് ഉയർത്തിയത് കേട്ടോ. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് പൗരന്മാർക്ക് അറിയാൻ സഹായിക്കുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതാണ് KYC, നോ യുവർ കാൻഡിഡേറ്റ് കേട്ടോ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് പൗരന്മാർക്ക് അറിയാൻ സഹായിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതാണ് KYC കേട്ടോ. KYC, നോ യുവർ കാൻഡിഡേറ്റ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു, ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. ഇനി നാലാമത്തെ പ്രസ്താവന, ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3 മാത്രമാണ് ഭാഗമല്ലാത്തത് കേട്ടോ. ഇപ്പൊ ഭാഗമായത് 106ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന, ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഡൽഹി നിയമസഭയിലേക്കും 33% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് 106ാം ഭരണഘടനാ ഭേദഗതി നിയമം 2023 ആണ് കേട്ടോ. ഏതാണ്? ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഡൽഹി നിയമസഭയിലേക്കും 33% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത്
106 ഭരണഘടനാ ഭേദഗതി നിയമം 2023 ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അനുച്ഛേദം 243 ഓപ്ഷൻ ബി അനുച്ഛേദം 279 ഓപ്ഷൻ സി അനുച്ഛേദം 338 ഓപ്ഷൻ ഡി അനുച്ഛേദം 338 അത് ഓപ്ഷൻ എ അനുച്ഛേദം 243 ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് 243 ആണ്. അനുച്ഛേദം 243 മുനിസിപ്പാലിറ്റികളിലേക്കുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമുള്ള സമ്മതിദായക പട്ടികകൾ തയ്യാറാക്കുന്നതിന്റെയും തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിന്റെയും മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 243 എന്ന് പറയുന്നത്. എന്താണ്? മുനിസിപ്പാലിറ്റികളിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കുമുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുന്നതിന്റെയും തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിന്റെയും മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 243 ആണ്. ഇനി കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1993 ഡിസംബർ 3-നാണ് കേട്ടോ. ഇനി നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ അത് എ ഷാജഹാൻ ആണ്. ആരാണ്? എ ഷാജഹാൻ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വിദ്യാഭ്യാസ മന്ത്രി, ഓപ്ഷൻ ബി റവന്യൂ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ സി ആരോഗ്യ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ഡി കൃഷി വകുപ്പ് മന്ത്രി. അത് ഓപ്ഷൻ ബി റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. എന്താണ്? കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായ സംസ്ഥാനമാണ് കേരളം. അത് എന്നാണെന്ന് വെച്ചാൽ അത് 2007 മെയ് 4-നാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ASMന്റെ ക്വസ്റ്റ്യനകത്തും ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയതാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO ആരാണെന്ന് വെച്ചാൽ അത് ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അത് ചീഫ് സെക്രട്ടറി ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണ് ഇത്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇനി ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണ് ഇത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് എന്നാണ്? അത് 2018 ജനുവരി 1-ാം തീയതിയാണ് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സംബന്ധിക്കുന്ന സ്പെഷ്യൽ റൂൾസ് ഏതാണെന്ന് വെച്ചാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടങ്ങൾ 2017 ആണ് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സംബന്ധിക്കുന്ന സ്പെഷ്യൽ റൂൾസ് ഏതാണെന്ന് ചോദിച്ചാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KAS വിശേഷാൽ ചട്ടങ്ങൾ 2017. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഭരണ പരിഷ്കാര കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 3-ാം ഭരണ പരിഷ്കാര കമ്മീഷനാണ് കേട്ടോ. അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ EK നയനാരാണ്. 1997 3-ാം ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ EK നയനാരാണ്. ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KAS രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നിയമങ്ങളാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. ഇതൊക്കെയാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. ഇത് രണ്ടുമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നിയമങ്ങൾ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ സി അഷ്ടമുടി കായൽ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല കേട്ടോ. അപ്പം കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകളാണ് ശാസ്താംകോട്ട കായല്, വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായലുകൾ. ഇന്ത്യയില് നിലവിൽ എത്ര റാംസാർ സൈറ്റുകളുണ്ട് ഇപ്പം ടോട്ടല് ഇന്ത്യയില്? അത് 91 കേട്ടോ. കേരളത്തിൽ നിന്നും റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായല്,
അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായല്. വർഷം ചോദിച്ചാൽ 2002 കേട്ടോ, 2002. ഇനി ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ചോദിക്കാം. ഏതാണ്? നിലവില് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തമിഴ്നാടാണ്. എത്ര എണ്ണം ഉണ്ട്? 20 കേട്ടോ, 20. ഇനി രണ്ടാം സ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഉത്തർപ്രദേശ് ആണ്. എത്ര എണ്ണോ? 10 കേട്ടോ, 10. 31ാമത്തെ ക്വസ്റ്റ്യൻ, സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ പറയുന്നു. ഓപ്ഷൻ എ സി അച്യുതമേനോൻ, ഓപ്ഷൻ ബി കെ കരുണാകരൻ, ഓപ്ഷൻ സി ആർ ശങ്കർ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അത് ഓപ്ഷൻ എ സി അച്യുതമേനോനാണ് കേട്ടോ. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സി അച്യുതമേനോനാണ്. സി അച്യുതമേനോൻ. കാലാവധി പറയുന്നത് 70 തൊട്ട് 77 വരെയാണ്. 70 to 77 ആണ് കേട്ടോ. 1957 പ്രഥമ EMS മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് സി അച്യുതമേനോനാണ് കേട്ടോ. 1957 പ്രഥമ EMS മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് സി അച്യുതമേനോനാണ് കേട്ടോ. കേരളം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭയായ 4ാം നിയമസഭയിലെ മുഖ്യമന്ത്രി 1970 to 77 ആരാണ്? സി അച്യുതമേനോനാണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കുട്ടികൾക്ക് വേണ്ടി കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ ബി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ സി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി. ഓപ്ഷൻ ഡി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. അത് ഓപ്ഷൻ ഡി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി എന്ന് പറയുന്നത്. ഇനി സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് ബാലമുകുളമാണ് കേട്ടോ. സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ബാലമുകുളമാണ്. ഇനി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അതാണ് ചിരി. സ്കൂൾ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ചിരി. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മാനന്തവാടി, ഓപ്ഷൻ ബി കൽപ്പറ്റ, ഓപ്ഷൻ സി തിരുവമ്പാടി, ഓപ്ഷൻ ഡി സുൽത്താൻ ബത്തേരി. അത് ഓപ്ഷൻ എ മാനന്തവാടിയാണ് കേട്ടോ, മാനന്തവാടി. ഇനി രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി ആരാണ്? അത് OR കേളു ആണ് കേട്ടോ. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് OR കേളു ആണ് കേട്ടോ. 34ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഈജിപ്റ്റ്. അത് ഓപ്ഷൻ സി ഇന്ത്യ ആണ് കേട്ടോ. ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. 1ാം സ്ഥാനം ചോദിച്ചാല് ചൈനയാണ് കേട്ടോ. ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ് കേട്ടോ, ചൈന. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളി ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ദൃഷ്ടിപടലം, ഓപ്ഷൻ ബി രക്തപടലം, ഓപ്ഷൻ സി പ്യൂപ്പിൾ, ഓപ്ഷൻ ഡി കോർണിയ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളി ഏത്? അത് ഓപ്ഷൻ എ ദൃഷ്ടിപടലമാണ് കേട്ടോ, ദൃഷ്ടിപടലം. ഇനി കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി ഏതാണ്? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി ഏതാണ്? അത് ദൃഢപടലമാണ് കേട്ടോ. ദൃഢപടല അഥവാ സ്ക്ലീറ എന്നറിയപ്പെടുന്നു. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി ഏതാണെന്ന് ചോദിച്ചാല് അത് ദൃഢപടലമാണ്. യോജക കലകളാൽ നിർമ്മിതമായ പാളിയാണ് കേട്ടോ, യോജക കലകളാൽ നിർമ്മിതമായ പാളിയാണ്. ഇനി ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗം ഏതാണ്? ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർണിയാണ് കേട്ടോ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അതും കോർണിയാണ് കേട്ടോ. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന പാളി, ഇതൊക്കെ ചോദിച്ചാല് കോർണിയാണ്. ഇനി ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി ഏതാണ്? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി ഏതാണെന്ന് വെച്ചാൽ അത് രക്തപടലമാണ് കേട്ടോ, രക്തപടലം. ഇനി പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി, അത് ചോദിച്ചാൽ ദൃഷ്ടിപടലമാണ്.
ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഇനി ഐറിസ് എന്ന് പറയുന്നത് എന്താണ്? കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് ഐറിസ് ആണ് കേട്ടോ. കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗം. മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം എന്ത് ചെയ്യുന്നു? ഇരുണ്ട നിറം നൽകുന്നു. ഇതൊക്കെ എന്താണ്? ഐറിസിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് പ്യൂപ്പിൾ ആണ് കേട്ടോ. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ. ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പന്നി, ഓപ്ഷൻ ബി ആട്, ഓപ്ഷൻ സി എരുമ, ഓപ്ഷൻ ഡി പശു. അത് ഓപ്ഷൻ ഡി ആടാണ് കേട്ടോ. ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് മൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണെന്ന് വെച്ചാൽ അത് ആടാണ് കേട്ടോ. ആട്. ഇനി ചാര, ചെമ്പല്ലി, മസ്കവി ഇവയൊക്കെ എന്തിന്റെ ഇനങ്ങളാണ്? ചാര, ചെമ്പല്ലി, മസ്കവി ഇവ എന്തിന്റെ ഇനങ്ങളാണ്? അത് താറാവാണ് കേട്ടോ. താറാവ്. ചാര, ചെമ്പല്ലി, മസ്കവി ഇവയൊക്കെ എന്താണ്? താറാവിന്റെ ഇനങ്ങളാണ്. ഇനി മുറ, നീലരവി, ബദാവരി. മുറ, നീലരവി, ബദാവരി ഇതൊക്കെ എന്തിന്റെ ഇനങ്ങളാണ്? അത് എരുമയാണ് കേട്ടോ. മുറ, നീലരവി, ബദാവരി ഇതൊക്കെ എന്താണ്? എരുമയുടെ സങ്കര ഇനങ്ങളാണ്. ഇനി അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ ഇവയൊക്കെ എന്തിന്റെ സങ്കര ഇനങ്ങളാണെന്ന് ചോദിച്ചാൽ അത് കോഴിയുടെയാണ് കേട്ടോ. കോഴി. തലശ്ശേരി, ബോയർ ഇതൊക്കെ എന്തിന്റെ സങ്കര ഇനങ്ങളാണ്? തലശ്ശേരി, ബോയർ അത് ആടിന്റെയാണ് കേട്ടോ. ആട്. അപ്പൊ ഒന്നുകൂടെ പറയാം. ചാര, ചെമ്പല്ലി, മസ്കവി, താറാവ്. മുറ, നീലരവി, ബദാവരി ഇതൊക്കെ എരുമയുടെ സങ്കര ഇനങ്ങളാണ്. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ ഇവയൊക്കെ എന്താണ്? കോഴിയുടെ സങ്കര ഇനങ്ങളാണ്. തലശ്ശേരി, ബോയർ ഇവയൊക്കെ എന്താണ്? ആടിന്റെ സങ്കര ഇനങ്ങളാണ് കേട്ടോ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ. കുരങ്ങുപനി അഥവാ KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? കുരങ്ങുപനി അഥവാ KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി പ്രോട്ടോസോവ, ഓപ്ഷൻ ഡി വൈറസ്. അത് ഓപ്ഷൻ ഡി വൈറസ് ആണ് കേട്ടോ. കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണെന്ന് ചോദിച്ചാല് അത് വൈറസ് ആണ്. ഇന്ത്യയിൽ കുരങ്ങുപനി ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലെ കാസനൂർ എന്ന വനമേഖലയിലാണ് കേട്ടോ. ഇന്ത്യയില് കുരങ്ങുപനി ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലെ കാസനൂർ എന്ന വനമേഖലയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ കാസനൂർ വനരോഗം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് കുരങ്ങുപനിയാണ്. കാസനൂർ വനരോഗം എന്നറിയപ്പെടുന്ന പനിയാണ് കുരങ്ങുപനി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്, ഓപ്ഷൻ സി ജനീവ, ഓപ്ഷൻ ഡി വിയന്ന. അത് ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ. WWFന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് സ്വിറ്റ്സർലൻഡ് ആണ്. ലോകത്തെ തന്നെ വലിയൊരു പരിസ്ഥിതി സംഘടനയാണ് WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. സ്ഥാപിതമായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1961 കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് ആസ്ഥാനം. എന്നാ സ്ഥാപിതമായതെന്ന് ചോദിച്ചാല് അത് 1961. ഇനി WWFന്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭീമൻ പാണ്ടയാണ് കേട്ടോ. ഭീമൻ പാണ്ട. ഗ്രഹത്തിന്റെ ആരോഗ്യത്തെയും പ്രകൃതിയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെയും കുറിച്ച് പറയുന്ന ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് WWF ആണ് കേട്ടോ. എന്താണ്? ഗ്രഹത്തിന്റെ ആരോഗ്യത്തെയും പ്രകൃതിയിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെയും കുറിച്ച് പറയുന്ന ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് WWF ആണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ശരണ്യ പദ്ധതി? ഓപ്ഷൻ എ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി, ഓപ്ഷൻ ബി അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി, ഓപ്ഷൻ സി സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള പദ്ധതി, ഓപ്ഷൻ സി നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കുള്ള ധനസഹായ പദ്ധതി. അത് ഓപ്ഷൻ എ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ. ശരണ്യ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സ്കർവി, ഓപ്ഷൻ ബി റിക്കറ്റ്സ്, ഓപ്ഷൻ സി നിശാന്തത, ഓപ്ഷൻ ഡി ബെറിബെറി. അത് ഓപ്ഷൻ ഡി ബെറിബെറി ആണ് കേട്ടോ. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് വെച്ചാല് അത് ബെറിബെറി ആണ് കേട്ടോ.
അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകം ഏതാണ്? അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകം ഏതാണെന്ന് വെച്ചാൽ അത് ജീവകം B1 ആണ് കേട്ടോ. അമിത മദ്യപാനികളിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ജീവകം ഏതാണ്? അത് ജീവകം B1 ആണ് കേട്ടോ. ഇനി വൈറ്റമിൻ സി എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ ഡി, അത് റിക്കറ്റ്സ് ആണ് കേട്ടോ, റിക്കറ്റ്സ് കേട്ടോ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി സൗദി അറേബ്യ, ഓപ്ഷൻ ഡി കാനഡ. അത് ഓപ്ഷൻ സി സൗദി അറേബ്യ ആണ് കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ സി സൗദി അറേബ്യ ആണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യമാകുന്നത് ഏതാണ്? 2025 ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് കേട്ടോ, റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. പലായന പ്രവേഗത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഒരു വസ്തുവിന്റെ മാസ് കൂടുതലാണെങ്കിൽ പലായന പ്രവേഗം കൂടുതലായിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു, ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. മൂന്നാമത്തെ പ്രസ്താവന, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/h ആണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ് കേട്ടോ. എന്താണ്? ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല എന്നത്. ഇനി ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? അത് 11.2 km/s ആണ് കേട്ടോ. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചാല് അത് 11.2 km/s ആണ്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഉപകരണത്തിന്റെ പവർ 690 വാൾട്ട് ആണ്. അതിന് 230 വോൾട്ട് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 5 ആംപിയർ, ഓപ്ഷൻ ബി 3 ആംപിയർ, ഓപ്ഷൻ സി 30 ആംപിയർ, ഓപ്ഷൻ ഡി 500 ആംപിയർ. ഏതാ? ഒരു ഉപകരണത്തിന്റെ പവർ 690 വാൾട്ട് ആണ്. അതിന് 230 വോൾട്ട് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? അത് ഓപ്ഷൻ ബി 3 ആംപിയർ ആണ് കേട്ടോ. ഇവിടെ പവർ 690 വാട്ട്, വോൾട്ടേജ് 230 വോൾട്ട്. അപ്പം വൈദ്യുതി കണ്ടുപിടിക്കുന്നത് I = P/V. അപ്പം 690 / 230 = 3 ആംപിയർ എന്ന് ആൻസർ ആയിട്ട് വരും. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ ന്യൂട്ടന്റെ 2ാം ചലന നിയമം, ഓപ്ഷൻ ബി പാസ്കൽ നിയമം, ഓപ്ഷൻ സി ന്യൂട്ടന്റെ 3ാം ചലന നിയമം, ഓപ്ഷൻ ഡി സ്റ്റോക്ക് നിയമം. അത് ഓപ്ഷൻ ബി പാസ്കൽ നിയമമാണ് കേട്ടോ. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് പാസ്കൽ നിയമമാണ് കേട്ടോ, പാസ്കൽ നിയമം. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഇലക്ട്രോ മാഗ്നറ്റിസം, ഓപ്ഷൻ ബി ഫോട്ടോണിക്സ്, ഓപ്ഷൻ സി ഇലക്ട്രോണിക്സ്, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ്. അത് ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ് കേട്ടോ. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ് കേട്ടോ. 2024 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ജോൺ ജെ ഹോപ്ഫീൽഡ് ഉണ്ട്, ജെഫ്രി ഇ ഹിൻഡൻ ഉണ്ട് കേട്ടോ. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻഡൻ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. എന്താണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു, ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, റോക്കറ്റിന്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 18-നാണ്. നാലാമത്തെ പ്രസ്താവന പറയുന്നു, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്.
1, 2, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എന്താണ്? വിക്രം എസ് എന്ന റോക്കറ്റ് സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ആണ്. ഇനി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്രം എസ് എന്ന റോക്കറ്റ് വിക്ഷേപിച്ചത്. ഇനി റോക്കറ്റിന്റെ വിക്ഷേപണം നടന്ന എന്നാണ്? 2022 നവംബർ 18-നാണ് കേട്ടോ. 2022 നവംബർ 18-നാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ബോയിൽ നിയമം. ഏതാണ്? ബോയിൽ നിയമം P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ഡിവൈഡ് ബൈ V. എന്നും ടിയും സ്ഥിരമായിരിക്കും. അതാണ് വരുന്നത് കേട്ടോ. ഇതാണ് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ V. എന്നും ടിയും സ്ഥിരമായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രസ്താവന ഡാൾട്ടന്റെ നിയമം. അത് P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 P2 P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര പ്ലസ് Pn. ടിയും വിയും സ്ഥിരമായിരിക്കും. ഇനി മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് അവഗാഡ്രോ നിയമം V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. ടിയും പിയും സ്ഥിരമായിരിക്കും. ഇനി നാലാമത് പറഞ്ഞിരിക്കുന്ന ചാൾസ് നിയമം. അത് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. എന്നും പിയും സ്ഥിരമായിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ. 48ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? അത് ഓപ്ഷൻ സി 1ഉം 4ഉം ആണ് കേട്ടോ. 1ഉം 4ഉം മാത്രമാണ് ശരിയല്ലാത്തത്. ഏതൊക്കെയാ? 1s2 2s2 2p7. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1s2 2s2 2p5 3s1. ഇനി എന്തുകൊണ്ടാ അത് തെറ്റിപ്പോയത്? പിക്ക് മാക്സിമം എന്താണ് 6 വരെ പറ്റത്തുള്ളൂ കേട്ടോ. പിക്ക് മാക്സിമം 6 വരെ പറ്റത്തുള്ളൂ. ഒരു സബ്ഷെല്ലിൽ ഓരോന്നിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14 കേട്ടോ. എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. അപ്പൊ ഇവിടെ പിക്കകത്ത് 7 വന്നത്. അപ്പൊ അത്രയും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇനി എന്താണ് നാലാമത്തെ പറഞ്ഞിരിക്കുന്നത്? 1s2 2s2 2p5. 2p5 പി ഫില്ല് 6 ആകാതെ എന്ത് ചെയ്തു? 3s ഫില്ലാക്കി. അപ്പം അതും അവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ലീച്ചിങ്, ഓപ്ഷൻ ബി കാൽസിനേഷൻ, ഓപ്ഷൻ സി റോസ്റ്റിംഗ്, ഓപ്ഷൻ ഡി പ്ലവന പ്രക്രിയ. അത് ഓപ്ഷൻ സി റോസ്റ്റിംഗ് ആണ്. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ഏതാണ്? അത് റോസ്റ്റിംഗ് എന്നറിയപ്പെടുന്നു. ഇനി കാൽസിനേഷൻ എന്ന് പറയുന്നത് വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ശക്തമായി ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസിനേഷൻ ആണ് കേട്ടോ. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ശക്തമായി ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസിനേഷൻ ആണ്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. ഓർഗാനസോൺ എന്നത് എന്താണ്? ഓപ്ഷൻ എ ഹോർമോൺ, ഓപ്ഷൻ ബി ആന്റി മൈക്രോബിയൽ മരുന്ന്, ഓപ്ഷൻ സി കൃത്രിമ മൂലകം, ഓപ്ഷൻ ഡി അന്തരീക്ഷ പാളിയിൽ കാണപ്പെടുന്ന വാതകം. അത് ഓപ്ഷൻ സി കൃത്രിമ മൂലകമാണ് കേട്ടോ. ഓർഗാനസോൺ എന്നത് കൃത്രിമ മൂലകമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ കൃത്രിമ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓർഗാനസോൺ ആണ് കേട്ടോ. അറ്റോമിക നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 118 ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ കൃത്രിമ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓർഗാനസോൺ. അറ്റോമിക നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് 118 ആണ്. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ. 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ക്ലിക്ക് കെമിസ്ട്രി, ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്, ഓപ്ഷൻ സി അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്, ഓപ്ഷൻ ഡി ജീനോം എഡിറ്റിംഗ് മെത്തേഡ്. അത് ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. ഇനി 2024 രസതന്ത്ര നോബൽ ജേതാക്കൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസും. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബറും ഉണ്ട് കേട്ടോ. ഡേവിഡ് ബേക്കർ ഉണ്ട്. ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കും, ഡെമിസ് ഹസാബിസ് ജോൺ
എം ജംബർ പ്രോട്ടീൻ ഘടനകൾ പ്രവചിക്കുന്നതിനുള്ള മാർഗങ്ങൾ വികസിപ്പിച്ചതിനുമാണ് കേട്ടോ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ എം ജി വാസുദേവൻ, എസ് കെ പൊറ്റക്കാട്, ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപിള്ള. ഓപ്ഷൻ ബി പറയുന്നു തകഴി ശിവശങ്കരപിള്ള, എം ജി വാസുദേവൻ നായർ, എസ് കെ പൊറ്റക്കാട്, ജി ശങ്കരക്കുറുപ്പ്. ഓപ്ഷൻ സി പറയുന്നു ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ജി വാസുദേവൻ നായർ. ഓപ്ഷൻ ഡി എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, ജി ശങ്കരക്കുറുപ്പ്, എം ജി വാസുദേവൻ നായർ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ജി വാസുദേവൻ നായർ. ജി ശങ്കരക്കുറുപ്പിന് 1965 കേട്ടോ. ജി ശങ്കരക്കുറുപ്പിന് 1965 ജ്ഞാനപീഠ പുരസ്കാരം. കൃതി ചോദിച്ചാൽ ഓടക്കുഴലാണ് കേട്ടോ. ഇനി എസ് കെ പൊറ്റക്കാടിന് 1980 ഒരു ദേശത്തിന്റെ കഥ. എന്താണ്? എസ് കെ പൊറ്റക്കാട് 1980 ഒരു ദേശത്തിന്റെ കഥ. ഇനി തകഴി ശിവശങ്കരപിള്ള 1984. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984 ഇനി എം ജി വാസുദേവൻ നായർക്ക് 1995 ഒ എൻ വി കുറുപ്പിന് 2007. ഒ എൻ വി കുറുപ്പിന് എന്നാണ് 2007. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. 53ാമത്തെ ക്വസ്റ്റ്യൻ, യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചവിട്ട് നാടകം, ഓപ്ഷൻ ബി യക്ഷഗാനം, ഓപ്ഷൻ സി തെയ്യം, ഓപ്ഷൻ ഡി മുടിയേറ്റ്. അത് ഓപ്ഷൻ എ ചവിട്ട് നാടകമാണ് കേട്ടോ. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാല് അത് ചവിട്ട് നാടകമാണ്. ചവിട്ട് നാടകത്തിന്റെ ആചാര്യൻ ആരാണെന്ന് വെച്ചാൽ അത് ചിന്നത്തമ്പി അണ്ണാവിയാണ് കേട്ടോ. ചവിട്ട് നാടകത്തിന്റെ ആചാര്യൻ ആരാണെന്ന് ചോദിച്ചാല് ചിന്നത്തമ്പി അണ്ണാവി. ഇനി കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാറൽമാൻ ചരിതമാണ് കേട്ടോ. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം ഏതാണെന്ന് ചോദിച്ചാല് അത് കാറൽമാൻ ചരിതമാണ്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ഒരു ജനകീയ കലയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഒരു ദൃശ്യകലയാണ്. മൂന്നാമത്തെ പ്രസ്താവന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. നാലാമത്തെ പ്രസ്താവന പച്ച, കരി, കത്തി, താടി എന്നിവ വിവിധ വേഷവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഒരു ദൃശ്യകലയാണ് കഥകളി. പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളും ഉണ്ട് കേട്ടോ. നൃത്തനാട്യം അഥവാ ദ ഡാൻസ് ഡ്രാമ, സമഗ്ര നൃത്തം, ദ ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് കഥകളിയാണ്. നൃത്തനാട്യം, ദ ഡാൻസ് ഡ്രാമ, സമഗ്ര നൃത്തം, ദ ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ചോദിച്ചാല് അത് കഥകളിയാണ് കേട്ടോ. കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ് കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. ഒന്നുകൂടെ പറയാം. കേളി, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. ഇനി കഥകളിയുടെ അവതരണത്തിലെ ആദ്യ ചടങ്ങ് അറിയപ്പെടുന്ന പേരെന്താണ്? അത് പുറപ്പാടാണ് കേട്ടോ. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് ഏതാണെന്ന് വെച്ചാൽ അത് പുറപ്പാടാണ്. ഇനി കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഭിനയാംശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആംഗികം, സ്വാത്വികം, ആഹാര്യം. ഏതൊക്കെയാണ്? ആംഗികം, സ്വാത്വികം, ആഹാര്യം. കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഭിനയാംശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ആംഗികമുണ്ട്, സ്വാത്വികമുണ്ട്, ആഹാര്യമുണ്ട് കേട്ടോ. കഥകളിയിലെ വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? അത് ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വടകര, ഓപ്ഷൻ ബി കണ്ണൂര്, ഓപ്ഷൻ സി തലശ്ശേരി, ഓപ്ഷൻ ഡി മലപ്പുറം. അത് ഓപ്ഷൻ സി തലശ്ശേരിയാണ് കേട്ടോ. ഓപ്ഷൻ സി തലശ്ശേരി. ഇന്ത്യൻ സർക്കസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതാണ് തലശ്ശേരി. ഇന്ത്യൻ സർക്കസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് കേട്ടോ. ഇനി കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള സർക്കസിന്റെ പിതാവ് അത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേട്ടോ. കേരള സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഇനി 3 സീകളുടെ നാടുകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? 3 സീകളുടെ നാട് അത് തലശ്ശേരിയാണ് കേട്ടോ. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്.
ഏതാണ്? കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. അതുകൊണ്ട് തന്നെ 3 സീകളുടെ നാട് എന്നറിയപ്പെടുന്നു കേട്ടോ. കേരളത്തിലെ ആദ്യ സർക്കസ് സ്കൂൾ ആരംഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കേരളത്തിലെ ആദ്യ സർക്കസ് സ്കൂൾ ആരംഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേട്ടോ. ഇനി താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു ആശാ മേനോൻ, കെ ശ്രീകുമാർ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആനന്ദ്, എം കെ മേനോൻ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. നാലാമത് പറഞ്ഞിരിക്കുന്നു വിലാസിനി, പി സച്ചിദാനന്ദ്. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. ആശാ മേനോൻ, കെ ശ്രീകുമാർ, ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഇനി ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ അത് പി സച്ചിദാനന്ദ് ആണ് കേട്ടോ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അത് പി സച്ചിദാനന്ദും. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ അത് എം കെ മേനോനാണ്. ആരാണ്? എം കെ മേനോന്. ഇനി 57ാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കണ്ണൂര്. അത് ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. 2023 യുനെസ്കോ തിരഞ്ഞെടുത്ത പുതിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ല കേട്ടോ. 2023 യുനെസ്കോ തിരഞ്ഞെടുത്ത പുതിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. ഇനി കോഴിക്കോടിനെ ലോക സാഹിത്യ നഗരം എന്ന പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 2024 ജൂൺ 23-നാണ് കേട്ടോ. 2024 ജൂൺ 23-നാണ്. ഇനി യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണെന്ന് വെച്ചാൽ അത് ഗോളിയോർ മധ്യപ്രദേശ് ആണ് കേട്ടോ. ഗോളിയോർ മധ്യപ്രദേശ്. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾ ചാമ്പ്യൻ. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ജാസ്മിൻ പൗളിനി, ഓപ്ഷൻ ബി സോഫിയ കെനിൻ, ഓപ്ഷൻ സി ഇഗ സിയാടെക്, ഓപ്ഷൻ ഡി കരോളിന മുച്ചോവ. അത് ഓപ്ഷൻ സി ഇഗ സിയാടെക് ആണ് കേട്ടോ. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണെന്ന് വെച്ചാൽ അത് ഇഗ സിയാടെക് ആണ്. ഇനി 2025 ഫ്രഞ്ച് ഓപ്പൺ 2025 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾ ആരാണെന്ന് വെച്ചാൽ അത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. 2025 ഫ്രഞ്ച് ഓപ്പണില് മെൻസ് സിംഗിൾസ് പുരസ്കാരം ലഭിച്ചത് അത് കാർലോസ് അൽക്കാരസിനും. വുമൺ സിംഗിൾസ് ജേതാവ് ആരാണെന്ന് ചോദിച്ചാല് അത് കോക്കോ ഗോഫു ആണ് കേട്ടോ. വുമൺസ് സിംഗിൾസ് ജേതാവ് ആരാണെന്ന് ചോദിച്ചാല് കോക്കോ ഗോഫ്. ഇനി 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. വുമൺ സിംഗിൾസ് ജേതാവ് ആരാണെന്ന് ചോദിച്ചാല് അത് മാഡിസൺ കീസ് ആണ് കേട്ടോ. വുമൺ സിംഗിൾസ് ജേതാവ് ആരാണെന്ന് ചോദിച്ചാല് മാഡിസൺ കീസ്. മെൻസ് സിംഗിൾ ജേതാവ് ആരാണെന്ന് വെച്ചാല് ജാനിക് സിന്നർ ആണ് കേട്ടോ. ജാനിക് സിന്നർ. ഇനി 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ്. 2025 വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പില് മെൻസ് സിംഗിൾസ് വിന്നർ ആരാണെന്ന് വെച്ചാൽ അത് ജാനിക് സിന്നറും. വുമൺ സിംഗിൾ വിന്നർ ആരാണെന്ന് വെച്ചാൽ അത് ഇഗ സിയാടെക് ആണ് കേട്ടോ. ഇഗ സിയാടെക്. ഇനി 2025 US ഓപ്പൺ വിന്നേഴ്സ്. 2025 US ഓപ്പൺ വിന്നേഴ്സ് മെൻസ് സിംഗിൾസ് ജേതാവ് ആരാണെന്ന് വെച്ചാൽ അത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. മെൻസ് സിംഗിൾസ് ജേതാവ് ആരാണെന്ന് വെച്ചാൽ അത് കാർലോസ് അൽക്കാരസ് ആണ്. ഇനി വുമൺസ് സിംഗിൾ ആരാണെന്ന് വെച്ചാൽ അത് ആര്യാന സെബലങ്കെ. വുമൺ സിംഗിൾസ് ജേതാവ് ആരാണെന്ന് വെച്ചാൽ ആര്യാന സെബലങ്കെ. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ, വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ എ FDP, ഓപ്ഷൻ ബി HTTP, ഓപ്ഷൻ സി ജുംല, ഓപ്ഷൻ ഡി HTML. അത് ഓപ്ഷൻ ഡി HTML ആണ് കേട്ടോ. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഏതാണെന്ന് വെച്ചാൽ അത് HTML ആണ് കേട്ടോ. HTML. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശങ്ങൾ അയക്കുകയുള്ളൂ.
ആ അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി എല്ലാം ശരിയാണ് കേട്ടോ. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഇനി ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. ഇനി ചേരുംപടി ചേർക്കാനാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. ഇനി ബ്രൗസർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഫയർഫോക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ബ്രൗസർ ഫയർഫോക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇൻപുട്ട് ഡിവൈസ് അത് ജോയിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇൻപുട്ട് ഡിവൈസ് ജോയിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? അത് ഫ്ലോട്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ എ എം സേവനം, ഓപ്ഷൻ ബി സി സേവനം, ഓപ്ഷൻ സി ഇ സേവനം, ഓപ്ഷൻ ഡി പി സേവനം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ എം സേവനമാണ് കേട്ടോ. എം സേവനം. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ എ പരം, ഓപ്ഷൻ ബി ഫ്യൂഗക്ക്, ഓപ്ഷൻ സി ഐരാവത, ഓപ്ഷൻ ഡി പത്മ. അത് ഓപ്ഷൻ സി ഐരാവതാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐരാവതാണ് കേട്ടോ. ലോകത്തിലെ വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫുഗാക്കു ആണ് കേട്ടോ. ലോകത്തിൽ വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫുഗാക്കു. ഇനി ഇന്ത്യയുടെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000 എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഇന്ത്യയുടെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പരം 8000. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ. 2000-ലെ വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യയുടെ രാഷ്ട്രപതി, ഓപ്ഷൻ ബി മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ, ഓപ്ഷൻ സി ഗവർണറുടെ ശുപാർശയിൽ സംസ്ഥാന മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ ഓപ്ഷൻ എ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ, ഓപ്ഷൻ ബി 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ സി 56 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ ഡി 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും. അത് ഓപ്ഷൻ എ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ കേട്ടോ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ കേട്ടോ. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരനാകാം? ഓപ്ഷൻ എ ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ, ബി പറയുന്നു കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ, ഓപ്ഷൻ സി പറയുന്നു എ മാത്രം, ഓപ്ഷൻ ഡി രണ്ടും എയും ബിയും. ഏത് ആൻസർ? അത് ഓപ്ഷൻ ഡി എയും ബിയും ആണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്കൊക്കെ പരാതിക്കാരനാകാം എന്ന് ചോദിച്ചാല് ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ, കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ. 2012-ലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു പെൺകുട്ടിയും, ഓപ്ഷൻ ബി 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ സി 16 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ ഡി
18 വയസ്സിന് താഴെയുള്ള ഏതൊരു പെൺകുട്ടിയും അല്ലെങ്കിൽ 21 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയും. അത് ഓപ്ഷൻ ബി 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, ഓപ്ഷൻ ബി സാമ്പത്തികമായവ, ഓപ്ഷൻ സി എ മാത്രം, ഓപ്ഷൻ ഡി രണ്ടും, എയും ബിയും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ആൻസർ ആയിട്ട് വരും കേട്ടോ. ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, സാമ്പത്തികമായവ. ഗാർഹിക പീഡന നിരോധന നിയമം 2005 അനുസരിച്ച് ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് വെച്ചാല് ശാരീരിക പീഡനം, വാക്കാലുള്ളതോ വൈകാരികമോ മാനസികമോ ആയ പീഡനം, പിന്നെ ലൈംഗിക പീഡനം, സാമ്പത്തിക പീഡനം. ഇനി ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകാൻ കഴിയുന്നത് പീഡനത്തിനിരയായ സ്ത്രീ അല്ലെങ്കിൽ മറ്റ് ഏതൊരു വ്യക്തിക്കും. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകാൻ കഴിയുന്നത് പീഡനത്തിന് ഇരയായ സ്ത്രീ അല്ലെങ്കിൽ മറ്റ് ഏത് വ്യക്തിക്കും. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് EWS 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 101, ഓപ്ഷൻ ബി 104, ഓപ്ഷൻ സി 103, ഓപ്ഷൻ ഡി 102. അത് ഓപ്ഷൻ സി 103 ആണ് കേട്ടോ. ഇനി 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി. എന്താണ് 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി. ഈ 103 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് തവാർചന്ദ് ഗെഹ്ലോട്ട് കേട്ടോ. 103 ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് തവാർചന്ദ് ഗെഹ്ലോട്ട് ആണ് കേട്ടോ. ഇനി സാമ്പത്തിക സംവരണ നിയമം നിലവിൽ വന്ന തീയതി എന്താണെന്ന് ചോദിച്ചാൽ 2019 ജനുവരി 14. എന്നാണ് സാമ്പത്തിക സംവരണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് 2019 ജനുവരി 14. ഇനി മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നടപ്പിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് അത് ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മീഷൻ ആണ് കേട്ടോ. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നടപ്പാക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മീഷൻ ആണ് കേട്ടോ. ഇനി കേരളത്തില് സാമ്പത്തിക സംവരണം നിലവിൽ വന്നത് എന്നാണെന്ന് വെച്ചാൽ അത് 2020 ഒക്ടോബർ 23 ആണ് കേട്ടോ. കേരളത്തില് സാമ്പത്തിക സംവരണം നിലവിൽ വന്നത് എന്നാണെന്ന് വെച്ചാല് അത് 2020 ഒക്ടോബർ 23 ഇനി 70ാമത്തെ ക്വസ്റ്റ്യന്, ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ ഇസ്രയേൽ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഉത്തര കൊറിയ, ഓപ്ഷൻ ഡി ചൈന. അത് ഓപ്ഷൻ സി ഉത്തര കൊറിയ ആണ് കേട്ടോ. അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉത്തര കൊറിയ ആണ് കേട്ടോ. ഉത്തര കൊറിയ. അപ്പം ഇന്ന് 70 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ക്ലാസ് കഴിഞ്ഞു കേട്ടോ. താങ്ക് യു.